ആ രാത്രി ഇന്ത്യൻ ജനത വളരെ ഞെട്ടലോട് കൂടിയാണ് ആ വാർത്ത അറിഞ്ഞത്. മുംബൈ നഗരം തീയും പുകയാൽ നിറഞ്ഞിരിക്കുന്നു. ഏത് ന്യൂസ് ചാനൽ എടുത്തു കഴിഞ്ഞാലും തീയും പുകയും ആളുകളുടെ നിലവിളിയും പരിഭ്രാന്തരായി ചിന്നിച്ചിതറി എങ്ങോട്ട് പോകണമെന്നറിയാതെ ഒരു സ്ഥലത്ത് തന്നെ പെട്ടു നിൽക്കുന്ന ആളുകളുടെ അലറി വിളിച്ചുള്ള കരച്ചിലാണ് നമ്മുടെ ചെവികളിൽ അന്ന് മുഴങ്ങിയിരുന്നത്. ആ ഒരു സംഭവം പിന്നീട് അറിഞ്ഞത് 2008 മുംബൈ അറ്റാക്ക് എന്നാണ്. हिम्मत करने की मतलब घबराना नहीं है। इंशाल्लाह देखो ना, गोली लग गए तो इंशाल्लाह कामयाबी है। अल्लाह जनता इंतजार कर रही है। उमर कवर लो। ഈ മുംബൈ അറ്റാക്ക് നടന്നത് എങ്ങനെയെന്നോ, പാകിസ്ഥാനികൾ നമ്മുടെ ഇന്ത്യയിലേക്ക് കടൽ മാർഗം നുഴഞ്ഞു കയറി നമ്മുടെ പ്രധാനപ്പെട്ട മുംബൈയിലെ 5 സ്ഥലങ്ങളിൽ ഒരേ ദിവസം ഒരേ സമയം അറ്റാക്ക് നടത്തി. ഒരുപാട് ആളുകൾ കൊല്ലപ്പെട്ടു. ഒരുപാട് ആളുകൾ ജീവൻ കൈ പിടിച്ച് പേടിയോടെ നിന്ന സമയമാണത്. രാജ്യം മുഴുവൻ ഭീതിയിലായിരുന്ന സമയം. എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ആദ്യം നമ്മൾ എടുക്കേണ്ടത് എന്ന്, എന്ത് ചെയ്യണം, എന്തിൽ നിന്ന് തുടങ്ങണമെന്ന് അറിയാത്ത ഒരു സമയമായിരുന്നു. ആ സമയത്ത് ഭീകരരെ നിലയ്ക്ക് നിർത്താൻ നമ്മുടെ ഇന്ത്യക്കാരെ ജീവൻ രക്ഷിക്കാനായിട്ട് നാഷണൽ സെക്യൂരിറ്റി ഗാർഡ് എത്തുന്നു. ഇതാണ് നമ്മളുടെ ഏറ്റവും വലിയ ടേണിംഗ് പോയിന്റ്. നാഷണൽ സെക്യൂരിറ്റി ഗാർഡിലെ ഒരേ ഒരാൾ, ആ വ്യക്തിയുടെ പേരാണ് മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണൻ. ആ വ്യക്തി പറഞ്ഞിട്ട് പോയത് ഈ ഒരു വാചകമാണ്: ഡോണ്ട് കം അപ്പ്, ഐ വിൽ ഹാൻഡിൽ ദം എന്ന് പറഞ്ഞ് അദ്ദേഹം ധീരമായി നടന്നു പോയത് അദ്ദേഹത്തെ പ്രതീക്ഷിച്ചിരിക്കുന്ന ഇന്ത്യക്കാരുടെ, പേടിച്ചിരിക്കുന്ന ഇന്ത്യക്കാരുടെ നടുക്കിലേക്കാണ്. ഒരു പറ്റം തീവ്രവാദികൾ അദ്ദേഹത്തെ വളഞ്ഞപ്പോൾ പോലും അദ്ദേഹം ഭയപ്പെട്ടില്ല. ഒരു നിമിഷം പോലും അദ്ദേഹം ഭയത്തിനടിമയായിരുന്നില്ല. കാരണം അദ്ദേഹത്തിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് അത്രയും അവിടെ അടഞ്ഞു കിടക്കുന്ന അല്ലെങ്കിൽ പേടിച്ചിരിക്കുന്ന ഇന്ത്യക്കാരെ രക്ഷിക്കുക എന്ന് മാത്രമായിരുന്നു. അദ്ദേഹത്തിന്റെ ആ ഒരു ധീരതയ്ക്കുള്ള ആത്മസൂചകമായിട്ട് ഏറെ ബഹുമാനത്തോടു കൂടി ഒരു സിനിമ വരെ ഇറങ്ങിയിട്ടുണ്ട്. ആ സിനിമയുടെ പേരാണ് മേജർ. ഇന്ന് ആ ഒരു ധീര ജവാനായ മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണന്റെ പിറന്നാളാണ്, അതായത് ജനിച്ച ദിവസമാണ്. 1977 മാർച്ച് 15 കർണാടകയിലെ ബാംഗ്ലൂരിലാണ് മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണൻ ജനിച്ചത്. ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലെ ഒരു കുട്ടിയായിരുന്നു മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണൻ. കുഞ്ഞുനാളിലെ അല്ലെങ്കിൽ ബാല്യകാലത്തിലെ മനസ്സിൽ കയറിയ ഒരു ആഗ്രഹമാണ് ഇന്ത്യൻ സൈനികനാവണം എന്നുള്ളത്. പിൽക്കാലത്ത് ഈ ആഗ്രഹത്തെ മുറുകെ പിടിച്ച് സൈനികനാവുകയും ചെയ്തു. മുറുകെ പിടിച്ച് അദ്ദേഹം ആദ്യം ചെന്ന് കയറിയത് നാഷണൽ ഡിഫൻസ് അക്കാദമിയിലാണ്. ഇവിടെ നിന്നാണ് മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണന്റെ പട്ടാളത്തിലേക്കുള്ള അല്ലെങ്കിൽ സൈനികനാവുന്നതിലേക്കുള്ള ആദ്യ പ്രയാണം ആരംഭിച്ചത്. ഇത് കഴിഞ്ഞ് അദ്ദേഹം എത്തിപ്പെട്ടത് അല്ലെങ്കിൽ ചേർന്നത് ബീഹാർ റെജിമെന്റിലാണ്. ഇന്ത്യൻ ആർമിയുടെ ബീഹാർ റെജിമെന്റിലാണ്. ധീരതയായിരുന്നു സന്ദീപ് ഉണ്ണികൃഷ്ണന്റെ അടയാളം. കണ്ണുകളിൽ പോലും ഭയത്തിന്റെ ഒരു തെല്ല് ഭയം പോലും നമുക്ക് ആർക്കും കാണാൻ കഴിയുകയില്ല. കാരണം തന്റെ രാജ്യത്തിന് വേണ്ടി സർവ്വതും ഹോമിച്ചിട്ട് വന്ന ഒരു മനുഷ്യനായിരുന്നു മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണൻ. അദ്ദേഹത്തിന്റെ ആ ധീരതയും നേതൃപാഠവും കൊണ്ട് തന്നെ അദ്ദേഹം ഇന്ത്യൻ ആർമിയിൽ വളരെ ശ്രദ്ധേയനായി. അങ്ങനെയാണ് അദ്ദേഹം NSG കമാൻഡോയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. മുംബൈ ആക്രമണം എന്താണെന്ന് കൂടി നമുക്ക് നോക്കാം. 2008 നവംബർ 26 മുംബൈ ആക്രമണം നടന്നത്. ഇതെങ്ങനെയാണ് നടന്നതെന്ന് വെച്ചാൽ, പാകിസ്ഥാനിലെ 10ഓളം ഭീകരർ കടൽ മാർഗം വഴി നമ്മുടെ ഇന്ത്യയിലെത്തി. ഇവരെ അയച്ചത് പാകിസ്ഥാനിലെ ലഷ്കർ-ഇ-തോയ്ബ എന്ന തീവ്രവാദ സംഘടനയാണ്. കറാച്ചിയിൽ നിന്നും പുറപ്പെട്ട ഇവർ ഒരു ബോട്ട് പിടിച്ച് അതിലെ മത്സ്യത്തൊഴിലാളികളെ മുഴുവൻ ഇവർ കൊന്നു. അങ്ങനെയാണ് ഇവർ മുംബൈയിലെ കൊലാബ തീരത്തെത്തിയവർ ചെറിയ ചെറിയ സംഘങ്ങളായി വിഭജിച്ച് അവർ ടാർഗറ്റ് ചെയ്ത സ്ഥലങ്ങളിലേക്ക് പോയി. 5 സ്ഥലങ്ങളിലാണ് അവർ ഒരുമിച്ച് ആക്രമണം നടത്താൻ പ്ലാൻ ചെയ്തതെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ആ 5 സ്ഥലങ്ങൾ ഇതൊക്കെയാണ്: താജ്മഹൽ പാലസ് ഹോട്ടൽ, CST റെയിൽവേ സ്റ്റേഷൻ, നരിമൻ ഹൗസ്, ഒബ്രോയ് ട്രൈഡന്റ് ഹോട്ടൽ ആൻഡ് ലിയോപോൾഡ് കഫേ. ഈ 5 സ്ഥലങ്ങളിലാണ് ഇവർ ആക്രമണം നടത്തിയത്. ആക്രമണം നടത്താനായിട്ട് ഇവർ പ്ലാൻ ചെയ്തു വന്നത്. ദൗത്യം നടന്നു എന്ന് തന്നെ പറയാം. കാരണം 5 സ്ഥലങ്ങളിൽ ഇവർ ഒരുമിച്ച് അറ്റാക്ക് തുടങ്ങി. എവിടെ എന്ത് ചെയ്യണം എന്നറിയാതെ നമ്മുടെ അന്ന് ഇന്ത്യ ഭരിച്ചത് കോൺഗ്രസ് പരിഭ്രാന്തനാവുകയും ചെയ്തു. ആകെ കൊല്ലപ്പെട്ടവർ 175 പേരാണ്.
പരിക്കേറ്റവരാണെങ്കിലോ 300-ലധികം പേരും. 10 തീവ്രവാദികളാണ് നമ്മുടെ രാജ്യത്തെ ആക്രമിക്കാൻ വന്നത്. അതിൽ 9 പേരും കൊല്ലപ്പെട്ടു. അതിൽ ഒരാളെ മാത്രം ജീവനോടെ പിടികൂടി. അയാളുടെ പേരാണ് അജ്മൽ കസബ്. ഇതിലെ മുംബൈ താജ് ഹോട്ടലിലാണ് നമ്മുടെ ധീര ജവാനായ സന്ദീപ് ഉണ്ണികൃഷ്ണൻ എത്തുന്നതും കമാൻഡോയിലെ സ്വന്തം നേതൃത്വം ഏറ്റെടുത്ത് അല്ലെങ്കിൽ സ്വയം ഉത്തരവാദിത്തം ഏറ്റെടുത്ത് അവരെ വകവരുത്താനായിട്ട് പോകുന്നതും. അദ്ദേഹം പറഞ്ഞ വാക്ക് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഡോണ്ട് കം അപ്പ്, ഐ വിൽ ഹാൻഡിൽ ദം എന്നൊരു വാക്ക് പറഞ്ഞിട്ടാണ് അദ്ദേഹം അവരെ നേരിടാനായിട്ട് പോയത്. പിന്നീട് ആരും അദ്ദേഹത്തെ ജീവനോടെ കണ്ടിട്ടില്ല. കാരണം അദ്ദേഹം ഒരു ധീര ജവാനാണ്, വീരമൃത്യു വരിക്കുകയും ചെയ്തു. ഈ സംഭവത്തിലാണ് ഇതിന് ശേഷം ഇന്ത്യക്ക് തിരിച്ചടിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു എന്ന് അന്നത്തെ ഡിഫൻസ് മിനിസ്റ്ററായ ചിദംബരം പറഞ്ഞിരുന്നു. എന്നാൽ തിരിച്ചടിച്ചില്ല. എന്തുകൊണ്ട് എന്നറിയാമോ? തിരിച്ചടിക്കാനായിട്ട് അമേരിക്ക അനുവദിച്ചില്ല എന്നാണ് ചിദംബരം പറയുന്നത്. നമുക്ക് ചിദംബരത്തിന്റെ വാക്കുകൾ കേട്ടിട്ട് വന്നാലോ? Even when the attack was going on, I don't know. I can only surmise. And the conclusion was largely influenced by the MEA and the IFS that we should not physically react to the situation, but we should employ diplomatic means. That was the conclusion at that time, and I was told that. But remember, the whole world was descending upon Delhi to tell us that don't start a war. കേട്ടല്ലോ അല്ലെ? അതായത് അന്ന് ഇന്ത്യ ഭരിച്ചിരുന്ന കോൺഗ്രസ് അവർക്ക് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. അവർ പ്ലാൻ ചെയ്തതുമായിരുന്നു തിരിച്ചടിക്കണം എന്ന്. അപ്പോഴാണ് അമേരിക്കയിൽ നിന്നുള്ള ഒരു നിർദ്ദേശം വന്നത്. നിങ്ങൾ അറ്റാക്ക് ചെയ്യരുത്, നമുക്ക് തിരിച്ച് ഇതേപോലെയുള്ള പ്രതികരണമല്ല ആവശ്യമെന്ന് പറഞ്ഞപ്പോൾ അന്നത്തെ പ്രധാനമന്ത്രിയായ മൻമോഹൻ സിംഗ് അതങ്ങ് വേണ്ടാന്ന് വെച്ചു. നമ്മുടെ രാജ്യത്ത് ഇത്രയും അധികം ആളുകൾ നുഴഞ്ഞു കയറി ഒരേ സമയം 5 ഇടത്ത് ആക്രമണം നടത്തിയിട്ട് നമ്മൾ തിരിച്ചടിച്ചില്ല എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ സൈന്യത്തിന് തന്നെ അല്ലെങ്കിൽ ഇന്ത്യക്ക് തന്നെ അപമാനമായ ഒരു കാര്യമല്ലേ? കാരണം എത്ര സൈനികന്മാരാണ് അന്ന് കൊല്ലപ്പെട്ടത്? അവർക്കെങ്കിലും വേണ്ടി തിരിച്ചടിക്കേണ്ടതായിരുന്നില്ലേ? നിങ്ങൾക്കത് തോന്നുന്നില്ലേ? അപ്പോഴാണ് അന്നത്തെ ആ ഒരു 2008 ഇന്ത്യയിൽ നിന്നും ഇന്ന് 2025 പെഹൽഗാമിൽ അറ്റാക്ക് വന്നപ്പോൾ നമ്മൾ എങ്ങനെയാണ് അതിനെ പ്രതികരിച്ചത്? തിരിച്ച് നമ്മൾ എങ്ങനെയാണ് റിയാക്ട് ചെയ്തത്? ഓപ്പറേഷൻ സിന്ദൂർ തന്നെ നമ്മൾ കൊടുത്തില്ലേ? എന്തുകൊണ്ട്? കാരണം ഇന്ന് നമ്മൾക്ക് നമ്മുടെ രാജ്യത്തിന് ഒരു പ്രതിസന്ധി അല്ലെങ്കിൽ ഒരു തീവ്രവാദ ആക്രമണം ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് അങ്ങ് അമേരിക്കയുടെയോ ആരുടെയും അനുവാദം ചോദിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇന്നിവിടെ ഭരിക്കുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. അല്ലാതെ കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് പ്രധാനമന്ത്രിയായ മൻമോഹൻ സിംഗിനെ പോലെയല്ല. മൻമോഹൻ സിംഗിന് അടിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും ഒരിക്കലും മൻമോഹൻ സിംഗിനെ കൊണ്ട് അടിപ്പിക്കുകയില്ല എന്നതാണ് വാസ്തവം. അതാണ് ചിദംബരം പറയാതെ പറഞ്ഞു വെച്ചത്. അമേരിക്കയുടെ പെർമിഷൻ ഇല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല എന്നാണ് അദ്ദേഹത്തിന്റെ വാദം. അദ്ദേഹം പറഞ്ഞു പിൽക്കാലത്ത് അത് അങ്ങനെയല്ലായിരുന്നു ചെയ്യേണ്ടിയിരുന്നത് എന്നുവരെ അദ്ദേഹം മാറ്റി പറഞ്ഞു. കാരണം അദ്ദേഹത്തിന്റെ മനസ്സിന്റെ ഉള്ളിൽ ഒരു റിഗ്രറ്റ് ആണ് അത് വന്നത്. നമ്മുടെ രാജ്യത്ത് ഒരു തീവ്രവാദ ആക്രമണം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചടിക്കുക തന്നെ വേണം. കാരണം തീവ്രവാദത്തെ ചെറുക്കുകയാണ് വേണ്ടത്. നമ്മൾ മൗനമായിട്ടിരിക്കുന്ന അത്രയും കാലം അവർ പിന്നെ നമ്മളെ ആക്രമിച്ചുകൊണ്ടേയിരിക്കും. ഇന്നത്തെ ദിവസം അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ 1000 ഓർമ്മപ്പൂക്കൾ അർപ്പിക്കുന്നു. ഈ ഒരു ദിവസം എല്ലാവരും അദ്ദേഹത്തെ ഓർമ്മിക്കട്ടെ. കാരണം അദ്ദേഹം വെറും ഒരു മനുഷ്യനല്ല, ഒരു ധീര ജവാനാണ്. നമ്മുടെ പാഠപുസ്തകത്തിൽ ഏർപ്പെടുത്തേണ്ട ഒരു പാഠഭാഗം തന്നെയാണ്.